പ്രിയരെ, ഏവർക്കും സൺഡേ വൈബ്സിലേക്ക് സ്വാഗതം. ബിസിനസ് വിജയിക്കുന്നത് ആശയങ്ങൾ കൊണ്ടല്ല, ഉറച്ച മനസ്സും തുടർച്ചയായ പരിശ്രമം കൊണ്ടാണ്. ഒരു ചെറിയ കഥ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. കേരളത്തിലൊരു ചെറിയ ഗ്രാമത്തിൽ അസീസ് എന്നൊരു യുവാവ് ഒരു ചെറിയ സ്റ്റേഷനറി ഷോപ്പ് തുറന്നു. ആദ്യ ദിവസം തന്നെ വിൽപ്പന ഒന്നുമില്ല, രണ്ടാം ദിവസം ഒന്നുമില്ല, മൂന്നാം ദിവസവും അതേ സ്ഥിതി. ഒരു ദിവസം അദ്ദേഹം നിരാശനായി കട അടയ്ക്കാൻ പോകുമ്പോൾ ഒരു വൃദ്ധൻ കടയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് കണ്ടു. വൃദ്ധൻ ചോദിച്ചു, മോനെ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അസീസ് പറഞ്ഞു, വിൽപ്പനയില്ല, ഉപഭോക്താക്കളില്ല, ഈ കട എനിക്ക് പണിയായി. വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കറിയുമോ, വഴിയില്ലെങ്കിൽ വഴി ഉണ്ടാക്കണം. നീ കടയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, നീ തന്നെയാണ് ആളുകളെ തേടി പോകേണ്ടത്. ആ വാക്കുകൾ അസീസിന് വെളിച്ചമായി. അടുത്ത ദിവസം അയാൾ കുറച്ച് വീടുകളിലേക്ക് പോയി സ്കൂളുകൾ, ഓഫീസുകളൊക്കെ വിസിറ്റ് ചെയ്തു. കുറഞ്ഞ ലാഭത്തിൽ പ്രൊഡക്ട്സ് ബണ്ടിൽസ് ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ചെറിയ റീൽസ് പോസ്റ്റ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഉപഭോക്താക്കൾ വരാൻ തുടങ്ങി. 2 മാസത്തിനുള്ളിൽ കടയ്ക്ക് മുന്നിൽ ക്യൂ ഉണ്ടായി. ഒരിക്കൽ സന്ദർശിച്ച അതേ വൃദ്ധൻ വീണ്ടും കടയിൽ വന്നു. അസീസ് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ സഹായിച്ചില്ല, നീ തന്നെ നിൻ്റെ മനസ്സിൻ്റെ വാതിൽ തുറന്നു, അത്രയേ ഉള്ളൂ. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്, ഉപഭോക്താവിനെ കാത്തിരുന്നാൽ സമയം പോകും, ഉപഭോക്താവിനെ തേടിപ്പോയാൽ വിജയം നമ്മോടൊപ്പം വരും. നിങ്ങൾ നൽകുന്ന ഉൽപ്പന്നമോ സേവനമോ ലോകത്തിന് ഒരുപക്ഷെ പുതിയതാകണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ സമീപനം പുതുതായിരിക്കണം. എല്ലാവരും ചെയ്യുന്ന രീതിയിൽ ബിസിനസ് ചെയ്താൽ നിങ്ങൾക്കും എല്ലാവർക്കുമുള്ള പോലെ ഫലമാകും ലഭിക്കുക. വ്യത്യസ്തമാകുക. കസ്റ്റമർ എക്സ്പീരിയൻസസ്, ഡെലിവറി സ്പീഡ്, ആഫ്റ്റർ സെയിൽ സപ്പോർട്ട്, ഇവയിലാണ് യഥാർത്ഥ വിജയം. ഓരോ തിരിച്ചടിയും ഒരു പുതിയ പാഠമാകണം. ലാഭം കുറഞ്ഞൊരു മാസം, ഒരു കസ്റ്റമർ കംപ്ലൈൻറ്റ്, ഒരു സ്റ്റാഫ് ഇഷ്യൂ, ഇവയെല്ലാം നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ തയ്യാറാക്കാനാണ്. അസീസിൻ്റെ കഥ പോലെ വഴി കണ്ടില്ലെങ്കിൽ വഴി ഉണ്ടാക്കുക. ഫെയിലിയേഴ്സിനെ ഫുൾ സ്റ്റോപ്പ് എന്ന് കാണരുത്, അവ വെറും ഒരു കോമ മാത്രമാണ്. ഒരു ഇടവേള നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അടുത്ത വരി നിങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്. എല്ലാവർക്കും വിജയാശംസകൾ. നിങ്ങളുടെ മികച്ച ദിവസങ്ങൾ ഇനിയും വരാനിരിക്കുന്നവയാണ്. നന്ദി, നമസ്കാരം.